കൽക്കി 2898 AD ഇന്നിറങ്ങിയിരിക്കുന്ന ലേറ്റസ്റ്റ് മൂവി. അങ്ങനെ ഇന്ന സ്റ്റാറിൻ്റെ പടം എന്ന് പറയാൻ പറ്റില്ല, കാരണം എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള മൾട്ടി സ്റ്റാർ ആയിട്ടുള്ള പടം. ഈ ഒരു സിനിമയുടെ കൺസെപ്റ്റ്, അതായത് സയൻസ് ഫിക്ഷനും മിതോളജി, അതായത് ഹിന്ദു മിതോളജിയിലെ ക്യാരക്ടേഴ്സിനെയും ബേസ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു നാഗേഷിൻ്റെ കൺസെപ്റ്റിനെ സമ്മതിക്കാതെ. കാരണം രണ്ടും ഓവറായൊരു രീതിയിൽ പോയിരുന്നെങ്കിൽ വൻ കുളമായിരുന്ന ഒരു സിനിമ ആവേണ്ട ഒരു സിനിമയായിരുന്നു. പക്ഷെ അത് നല്ലൊരു റേഷ്യോയിൽ ബാലൻസ് ചെയ്ത് പോയ കാരണം ആ ഒരു സിനിമ കിടിലനായിരുന്നു. എൻ്റെ ഈ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം എൻ്റെ ഒരു ഒറ്റ വാക്കി പറയാൻ പറഞ്ഞാൽ കിടിലൻ പടമാണ്. തിയേറ്ററിൽ മസ്റ്റ് വാച്ചായിട്ട് കാണേണ്ട പടമാണ്. അതെന്തുകൊണ്ടാണെന്നുള്ള ഞാനിതിൽ പറയാം. ഇപ്പോൾ ഞാൻ ഈ ഒരു സിനിമ ഏരീസിൽ നിന്നാണ് കണ്ടത്. ഏരീസ് പ്ലക്സിലെ ഫസ്റ്റ് ഓഡിയിൽ കണ്ടു. ഞാനിതിൻ്റെ 3D വേർഷനാണ് കണ്ടത്. പക്ഷേ 3D വേർഷൻ എനിക്ക് ഇത്രയും കിടിലൻ തിയേറ്ററിൽ കണ്ടിട്ട് പോലും 3D അത്ര നന്നായി തോന്നിയില്ല. അതുകൊണ്ട് നിങ്ങൾ 2D കണ്ടാലും മതി. വലിയ ഡിഫറൻസ് എനിക്ക് തോന്നിയില്ല 2Dയും 3Dയും തമ്മിലുള്ള. അപ്പോൾ അതുകൊണ്ട് 2D കണ്ടാലും കുഴപ്പമൊന്നുമില്ല. 3D വലിയ വിഷ്വൽ എഫക്റ്റ് നമുക്ക് 3D എഫക്റ്റ് കിട്ടുന്നില്ല. പക്ഷേ അത് മാറ്റി നിർത്തി ഇനി സിനിമയിലേക്ക് നിൽക്കുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫ്, കിഡിലൻ സെക്കൻഡ് ഹാഫ്. അതായത് ആ ഒരു കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സിലെ കൽക്കി യൂണിവേഴ്സ് ബിൽഡ് ചെയ്തു വരുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ പോരായ്മകളുണ്ട്. കാരണം കുറേ ക്യാരക്ടേഴ്സ്, പിന്നെ പ്രഭാസിൻ്റെ ഇൻട്രോ ഒക്കെ വളരെ ഷോക്കാണ്. കുറേ തമാശ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ചിരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള തമാശകളൊന്നുമില്ല. ഫസ്റ്റ് ഹാഫിലാണ് ഇങ്ങനത്തെ കുറേ സീനുള്ളത്. പിന്നെ തെലുങ്കിലെ കുറേ കൊമേഡിയൻസൊക്കെ വന്നിട്ട് അവരുടെ കുറേ അങ്ങനെയൊക്കെ ഫസ്റ്റ് ഹാഫ് ഉണ്ട്. പക്ഷേ ഇൻ്റർവൽ ടു ക്ലൈമാക്സ് ആ ഒരു പോർഷൻസ് കിടിലനായിട്ട് ആൾ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും അതിൽ അയ്യോ, അതിൽ ചില സീൻസൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ആൾ മേക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി സ്റ്റൈലെല്ലാം വേറെ കിടിലൻ ലെവലിലാണ് ആൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു സിനിമ ഞാൻ നേരത്തെ പറഞ്ഞാൽ മൾട്ടി സ്റ്റാറാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമയുടെ ട്രെയിലറിലും ടീസറിലും കാണാത്ത പല വ്യക്തികളും ഈ സിനിമയിൽ പലപ്പോഴും വന്നു പോവാം. അതുകൊണ്ട് അതിൽ ക്യാമിയോ റോൾസ് എല്ലാം കിടിലനാണ്. ഞാൻ ഒന്നും പറയുന്നില്ല, എല്ലാം സ്പോയിലറായിരിക്കും. ഒരാളെ പേരെടുത്ത് പറഞ്ഞാൽ അത് ഭയങ്കര കഷ്ടമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഈ എല്ലാ ക്യാമിയോസിനെയും അവിടെ പോയി കാണാം. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു സിനിമയിലെ ചെറിയ റോൾസ് പോലും ഭയങ്കര വലിയ സ്റ്റാർസിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ തോന്നും, ഇത്രയും ചെറിയൊരു റോളിന് ഈ ഒരാളെ വരേണ്ടിയിരുന്നോ? എനിക്കങ്ങനെ ഒരു ക്യാരക്ടർ കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി. കാരണം 1 മിനിറ്റ് പോലും സ്ക്രീൻ പ്രസൻസ് ഇല്ല. ചിലപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ ഉണ്ടായിരിക്കാം. പക്ഷേ എന്തായാലും ഈ ഒരു സിനിമയിൽ ഫസ്റ്റ് 1 മിനിറ്റ് മാത്രം ലെങ്ത്തുള്ളൊരു ക്യാമിയോ റോൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു പോയി, കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ആ ക്യാരക്ടറിന് വലിയ റോളുള്ള പോലെ തോന്നിയില്ല, എന്തോ വേണമെന്നുള്ള രീതിയിൽ വെച്ച പോലെ തോന്നി. ചിലപ്പോൾ നെക്സ്റ്റ് ഒരു പാർട്ടിൽ പറയാൻ പറ്റില്ല. അത് ഒരു സംഭവം. പിന്നെ ഈ ക്യാരക്ടേഴ്സിനെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഈ വലിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ കുറേ ക്യാരക്ടേഴ്സ് ബിൽഡ് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനും ഒരു വാല്യൂ കൊടുത്തിട്ട് വേണം ക്യാരക്ടേഴ്സ് കൊടുക്കാനായിട്ട്, ഓരോ ആൾക്കാരെ പ്ലേസ് ചെയ്യാനായിട്ടും. ഇതിൽ നല്ല നല്ല ക്യാരക്ടേഴ്സായിട്ടാണ് ഉള്ള മിക്ക ആൾക്കാരെ നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യാനായിട്ട് നാഗേഷിന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന് സമ്മതിക്കാതെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അതായത് മലയാളത്തിൽ നമ്മുടെ മമ്മൂക്കയുടെ എല്ലാ പടങ്ങളും എല്ലാവരും പറയാറുള്ള സംഭവമാണ്, ആ മനുഷ്യൻ ഈ പ്രായത്തിൽ 73 വയസ്സ് സംതിങ് ഉള്ള ആ പ്രായത്തിൽ എന്തോരം കിട്ടില്ല ചെയ്തിരിക്കണേ. ആ പറയുന്ന ആൾക്കാർ ഈ ഒരു സിനിമയിൽ അമിതാഭ് ബച്ചൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഫിസിക്കൽ എഫേർട്സ് എന്താണെന്ന് കാണണം. കാരണം മമ്മൂക്ക നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ പടങ്ങളും ചെയ്യുന്നത്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ അടുത്തിറങ്ങിയ ടെർബോ ഒരു ആവറേജ് റിവ്യൂസാണ് കുറേ ആൾക്കാരൊക്കെ പറഞ്ഞത്. പക്ഷെ അപ്പോൾ ആൾക്കാർ പറഞ്ഞത് അതിലെ ഫൈറ്റ് സീക്വൻസും ഇതൊക്കെ നമുക്ക് നല്ല കിടിലനായിട്ട് ആ ഒരു ഏജിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ അമിതാഭ് ബച്ചൻ 81 വയസ്സായി. ആ മനുഷ്യൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് അതിൽ ചെയ്തിരിക്കുന്നത്. നോക്ക്, ഇതിൽ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ, ഈ കൽക്കി ഫസ്റ്റ് പാർട്ടിൽ, ഈ 2898 AD എന്ന് പറഞ്ഞ സിനിമയിൽ പ്രഭാസേ അല്ല അഴിഞ്ഞാടുന്നത്, അമിതാഭ് ബച്ചൻ്റെ ഷോയാണ് ഫുള്ള് സ്റ്റാർട്ടിങ് ടു. അതായത് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒരു മഹാഭാരത് മീൻസ് ആ ഒരു ബേസ് ഒരു ആനിമേറ്റ് ഇതിൽ തുടങ്ങി അതിൻ്റെ അവസാനം വരെ ഇതിൽ അമിതാഭ് ബച്ചനാണ് ആ ഒരു സ്റ്റോറി ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ആ ഒരു അശ്വത്ഥാമ എന്ന് പറഞ്ഞ മഹാഭാരതത്തിലെ ആ ഒരു ക്യാരക്ടർ കൂടുതൽ ഞാൻ പറയുന്നില്ല, എല്ലാം സ്പോയിലറായി പോകും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ അമിതാഭ് ബച്ചൻ ആ ഒരു പ്രായത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫൈറ്റൊക്കെ കാണണം. അതായത് ഈ ഇത്രയും പ്രായമുള്ള മനുഷ്യൻ കാണിക്കുന്ന ഫൈറ്റ് എങ്ങനെയാണെന്ന് നോക്ക്. അതും ഗ്രൂപ്പിനൊന്നും വെച്ചിട്ടൊന്നുമല്ല, അതിൻ്റെ BTS വീഡിയോസൊക്കെ തന്നെ കുറേ ലീക്കായിട്ടുള്ളതാണ്, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആദ്യ രീതിയിൽ അമിതാഭ് ബച്ചൻ കിടിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രഭാസിനെ ഞാൻ പറഞ്ഞത് ഇനി ഇൻട്രൊഡക്ഷൻ വലിയ സുഖമൊന്നുണ്ടായിരുന്നില്ല. പക്ഷേ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ ഒരു ഗംഭീര ഒരു ക്യാരക്ടറായിട്ട് ഉള്ളൊരു മേക്ക് ഓവർ സീനുണ്ട്. അയ്യോ,
അത് തിയേറ്ററിൽ ആ ഒരു സീൻ വന്നപ്പോൾ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ, കാരണം അത്രയും ഓഡിയൻസ് എന്താ പറയുക, ഒരു ക്യാരക്ടറാണ്, ഒരു മിതോളജിയിലെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സംഭവമാണ്. അത്രേ ഞാൻ പറയുള്ളൂ, കൂടുതൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ മേക്ക് ഓവർ ചെയ്ത് ആ ഒരു ആളുടെ ഓറയിൽ കാണുമ്പോൾ ഉണ്ടായ ഒരു ഫീലുണ്ട്, അത് സമ്മതിക്കാതെ. കാരണം പ്രഭാസിനെ ആ രീതിക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളും ഇങ്ങനെ, അതായത് നിങ്ങൾ, എനിക്കറിയാം എന്തായിരിക്കും പ്രഭാസ് ചെയ്യാൻ പോകുന്നത്, മീൻസ് ഈ ക്യാരക്ടർ എന്തായിരിക്കും, നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും. നിങ്ങളുടെ ധാരണയൊക്കെ തെറ്റാണ്. ആ ധാരണയൊന്നല്ല വരാൻ പോകുന്ന മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഒരു പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും ഒപ്പീനിയൻസ് ഉണ്ടാവുക. കാരണം ചിലപ്പോൾ പറയും ഇത് കൊള്ളില്ല, മീൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ സ്റ്റോറി ലൈൻ പിടിച്ചിരിക്കുന്ന രീതി തന്നെ വേറെ രീതിയിലാണ്. കാരണം അവർ ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ മീൻസ് ഓരോ ഡിജിറ്റൽ ഇതാണെങ്കിലും ക്യാമറ ആണെങ്കിലും എല്ലാ രീതിയും നന്നായി ചെയ്തിട്ടുണ്ട്. എനിക്ക് ആകെ ഇതിന് മോശമായി തോന്നുന്നത് 3Dയും പിന്നെ ചില ഭാഗങ്ങളിലെ VFXും. അതായത് ഇപ്പോൾ അമിതാഭ് ബച്ചനൊക്കെ ചെറുപ്പം വേണമെങ്കിൽ അമിതാഭ് ബച്ചൻ്റെ മോനെ വെച്ചിട്ട് തന്നെ ചെയ്യായിരുന്നു. അതായത് ഈ അശ്വത്ഥാമാവിൻ്റെ ആ യങ്ങർ വർഷം കാണിക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ അഭിഷേക് ബച്ചനെ വെച്ച് തന്നെ ചെയ്യായിരുന്നു. അതിന് പകരം അമിതാഭ് ബച്ചനെ തന്നെ VFX യൂസ് ചെയ്ത് ആൾ പ്രായം കുറച്ചിരിക്കുകയാണ്, ആ ക്യാരക്ടറിന് പ്രായം കുറച്ചിരിക്കുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. പകരം നല്ല രീതിക്ക് ചെയ്യായിരുന്നു. അതുമാതിരി ചില ഭാഗങ്ങൾ VFX എടുത്ത് മാറ്റി നിർത്തിയാൽ ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് VFX വർക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് എത്രയോ ആയിരം ഷോട്ട് VFXൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ VFX ചെയ്ത ആ ഒരു ടീം പറഞ്ഞിരിക്കുന്നത്. അത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബഡ്ജറ്റ് നിങ്ങൾ നോക്കണം, 600 കോടിയാണ് ബഡ്ജറ്റ്. ആ 600 കോടി ബഡ്ജറ്റിൽ ഇത്രയും മൾട്ടി സ്റ്റാർ സിനിമ ഈ രീതിയിൽ VFX നീറ്റായിട്ട് ചെയ്ത് 3 മണിക്കൂർ ലെങ്ത്തിലാവുമ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാതെ വയ്യ. പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് കമൽ ഹാസനാണ് ഈ യൂണിവേഴ്സിലൊരു വില്ലനായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആ ഒരാളുടെ പ്രസൻറ്റേഷൻ ടു എൻഡ്, അതായത് ആ സിനിമയിൽ ആ ക്യാരക്ടറിനെ എൻഡ് ചെയ്യുന്ന രീതിക്ക് വരെയുള്ള ആ ഒരു സീൻ, പിന്നെ ഹൈപ്പ്. അതായത് ഇനി നെക്സ്റ്റ് ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇനിയും പടങ്ങൾ വരും. ഇതൊരു ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് ഈ ഒരു ക്യാരക്ടർ വരാൻ പോകുന്നതിൻ്റെ ഒരു ഹൈപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സീനുണ്ട്. അത് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ്. കാരണം അത് പറയണില്ല ഞാൻ, അത് പറഞ്ഞാൽ ഭയങ്കര സീനായിപ്പോവും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഓരോരോ ക്യാരക്ടേഴ്സ് അവർ ശ്രദ്ധിച്ചു, എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു കിടിലൻ വർക്ക്, ഒരു മിതോളജിക്കൽ സയൻസ് ഫിക്ഷൻ പടം എങ്ങനെ എടുക്കണം എന്നുള്ളതിന് ഏറ്റവും ബെറ്റർ എക്സാമ്പിളാണ് ഇത്. വേണമെങ്കിൽ കുറച്ചുകൂടി ട്രൈ ചെയ്യാൻ പറ്റും. കാരണം ഈ ഹിന്ദു മിതോളജി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര വലിയ രീതിയിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു മിതോളജി ഉണ്ട്. അതിലെ ക്യാരക്ടേഴ്സിനൊക്കെ വെച്ച് നമുക്ക് പടം ചെയ്യും. ഇപ്പോൾ ഹോളിവുഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഗ്രീക്ക് മിതോളജിയിലൊക്കെ വെച്ചിട്ട് മറ്റേ തോറിലും ഇതിലൊക്കെ കുറേ പ്രൊമീത്തിയസ് അങ്ങനെ കുറേ ആൾക്കാരൊക്കെ പറയാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഈ ഒരു ഇത് പണ്ടും ഹോളിവുഡിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സിനിമയിൽ ഇത്രയും വലിയൊരു രീതിയിൽ ഹിന്ദു മീൻസ് മിതോളജി, നമ്മുടെ മിതോളജിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു പടം കിടലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര രീതിയിൽ ഇഷ്ടമായി സിനിമ. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഷോക്കായിരുന്നു, പക്ഷേ കുഴപ്പമില്ല കണ്ടിരിക്കാം. കാരണം അവർക്ക് ആ ഒരു വേൾഡ് ബിൽഡപ്പ് ചെയ്തെടുക്കണം എന്നല്ലോ, ആ ഒരു രീതിയിലാണ് ആ ഒരു പടം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 3 മണിക്കൂർ കുഴപ്പമില്ലാത്ത രീതിയിൽ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് കിടിലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അതാണ് എനിക്ക് പേഴ്സണലി സിനിമ കണ്ടപ്പോൾ ഉണ്ടായ ഒരു അഭിപ്രായം. ഞാനിതിൽ സ്പോയിലറായിട്ട് അധികം പറയാൻ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷേ ഇനി കംപ്ലീറ്റ് സ്പോയിലറായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് കണ്ടവർ മാത്രം കണ്ടാൽ മതി, ഈ സിനിമ കണ്ടവർ. അതിന് ശേഷം ഞാൻ സ്പോയിലർ പറഞ്ഞിട്ടൊരു കാര്യമില്ല. നെക്സ്റ്റ് വീഡിയോ ഞാൻ കംപ്ലീറ്റ് സ്പോയിലറായിരിക്കും പറയാൻ പോവുക. അപ്പോൾ സ്പോയിലർ ആക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.